ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബപ്പപ്പ. ദിലീപ് നായകനായ ചിത്രം. ലാലേട്ടൻ ഇതിനകത്ത് കാമിയ റോളിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആ ചിത്രത്തിൻ്റെ ഹൈപ്പ് അങ്ങ് കൂടിയത്. വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും എന്ന് വേണ്ട പകലരും ഈ ചിത്രത്തിലുണ്ട്. ദിലീപിൻ്റെ കേസിൻ്റെ വിധി വന്നതിന് ശേഷം ഈ ചിത്രം ഇറങ്ങുമ്പം അതിൻ്റെ ഹൈപ്പ് അങ്ങ് കൂടുതലാണ്. പ്രത്യേകിച്ച് ലാലേട്ടനും ദിലീപും ഒക്കെ ഒന്നിച്ച് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഹൈപ്പ് അങ്ങ് വേറെ ലെവലായി. ഈ 18-ാം തീയതിയാണ് റിലീസ്. 18-ാം തീയതി റിലീസ് ചെയ്യുന്നു. തിയേറ്ററിൻ്റെ എണ്ണമൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഏകദേശം 500 തിയേറ്ററിനടുത്തെങ്കിലും ലോക്ക് ചെയ്യും എന്നാണ് അറിയാൻ പറ്റുന്നത്. ആദ്യദിന കളക്ഷനൊക്കെ റെക്കോർഡ് ഇടുമോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. സോങ്ങിൻ്റെ ലിറിക്കൽ വീഡിയോ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അഴിഞ്ഞാട്ടം എന്നാണ് അതിൻ്റെ പേരിട്ടേക്കുന്നത്. ലാലേട്ടൻ്റെ എൻട്രിയും ഒക്കെ ആയിട്ട് കാണിക്കുന്നു. അപ്പം ഇത് ഡാൻസ് രംഗങ്ങളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ അങ്ങ് അഴിഞ്ഞാടും. വിനീത് ശ്രീനിവാസനും അതുപോലെ MG ശ്രീകുമാറുമാണ് ഈ ഗാനങ്ങൾ പാടിയിരിക്കുന്നത്. തുടരെ എന്ന ചിത്രത്തിലെ ഗാനരംഗം കണ്ടു. ലാലേട്ടൻ തിമിർത്താടി. ഇതിലും അതുപോലെ അഴിഞ്ഞാട്ടം ഉറപ്പാണ്. അഴിഞ്ഞാട്ടം തന്നെയാണ് ഇതിന് പേരിട്ടേക്കുന്നത്. അപ്പോൾ അഴിഞ്ഞാടും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ലോജിക്കൊന്നും നോക്കണ്ടെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ലോജിക്കിനൊന്നും അർത്ഥമില്ല. അപ്പം അടിച്ചു പൊളിച്ച ഗാനമാണ് ഇന്ന് അല്പം മുമ്പ് റിലീസായിരിക്കുന്നത്. അപ്പോൾ തിയേറ്ററിലൊക്കെ ഇതൊരു ഓളം സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ലാലേട്ടൻ്റെ മാസ് രംഗങ്ങളുമൊക്കെ തിമിർത്താടും. ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ അതിശയിപ്പിക്കുമാറാണ് ലാലേട്ടൻ്റെ എൻട്രിയൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. ഈ ഒരു ചിത്രത്തിലേക്ക് ലാലേട്ടൻ അഭിനയിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ലാലേട്ടനെ എങ്ങനെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു ആ രീതിയിൽ ഒരുക്കി വെച്ചു. 25 മിനിറ്റ് മാത്രമേ ഉള്ളൂ ലാലേട്ടൻ, 20 മിനിറ്റാണെന്ന് പറയുന്നു. ഏതായാലും ഉള്ളത് കൊണ്ടോണോ അല്ലേ, നമുക്ക് മതിയെന്നേ, കുറച്ച് മതി. ട്രെയിലർ വന്നപ്പം തന്നെ ഞെട്ടിപ്പിച്ചു. ഇപ്പോൾ സിനിമയിലുള്ള ലാലേട്ടനെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും ദിലീപ് ചിത്രം കാണും. പക്ഷേ ലാലേട്ടൻ ഉണ്ടപ്പം ലാലേട്ടനെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇതിനകത്തുള്ളത്. എത്രയും പെട്ടെന്ന് 18-ാം തീയതി 9 മണിക്കാണ്. ഇപ്പം ഫാൻ ഷോകളൊക്കെ ഉണ്ട്. ചില തിയേറ്ററിലൊക്കെ 10 മണിക്കൊക്കെ റിലീസ് ചെയ്യുമായിരിക്കാം. എന്നാലും വമ്പൻ കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട് സോങ്ങിൻ്റെ. എല്ലാവരും പോയി കാണുക. കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗാനവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും തൊഴാൻ പോലും പറ്റത്തില്ല. ആ അവസ്ഥയാണ്. അടിച്ചുപൊളി ഗാനം അങ്ങനെ കണ്ടാൽ മതി. ഒരു അടിച്ചുപൊളി ഗാനത്തിൻ്റെ ചുവടുവെപ്പുമാക്കിയായിട്ട് ലാലേട്ടൻ എത്തുന്നു. ലാലേട്ടൻ്റെ ഒരു സ്റ്റണ്ട് രംഗമൊക്കെ ഉണ്ട് എന്നാണല്ലോ അറിയുന്നത്. അപ്പം ഇതൊക്കെ മതി നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ. അപ്പം വെക്കേഷൻ മൂഡിലേക്ക് അടിച്ചു പൊളിക്കാനുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഏതായാലും അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ ഗംഭീരമായ ഹൈ ക്ലാസ് ബുദ്ധിമാന്മാരൊന്നും അങ്ങോട്ട് ചെല്ലണ്ട, അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ വേണ്ടി മാത്രം ചെന്നാൽ മതി എന്നവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അതെന്താ അങ്ങനെ ഇതെന്താ എങ്ങനെ ആണെന്നൊന്നും ചോദിക്കേണ്ട. കാരണം അടിച്ചു പൊളിക്കുക അത് മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം അതിനുവേണ്ടിയുള്ള ചേരുവകളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. മെയിൻ കണ്ടൻ്റാണ് ലാലേട്ടൻ എന്ന് പറയുന്ന എൽ ബ്രാൻഡ്. എങ്ങനെയാകും എന്നുള്ളതിനെ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും രക്ഷിക്കുന്ന രീതിയിൽ തന്നെ അവർ ഒരുക്കും എന്ന് തന്നെ തോന്നുന്നു. എനിക്കൊരു പ്ലസ് പോയിൻ്റായിട്ടാണ് കാണുന്നത്. കാരണം അവർ നേരത്തെ തന്നെ പറഞ്ഞു ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ആഘോഷിക്കാനൊരു ചിത്രം, അടിച്ചു പൊളിക്കാനൊരു ചിത്രമാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. മാഫിന് മാഫ് എനിക്ക് ചില തമാശ രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളും എല്ലാം കൊണ്ടും ഒരു പാക്കേജ് തന്നെ ആയിരിക്കാം ഈ ചിത്രം ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ UA സർട്ടിഫിക്കറ്റാണ് ഈ ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ 2.5 മണിക്കൂറോളം ചിത്രമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പം ക്രിസ്മസ് അടിച്ചു പൊളിക്കാം അല്ലേ. അപ്പോൾ 18-ാം തീയതിയാണ് ചിത്രം റിലീസ്. ഇനി 2 ദിവസം മാത്രം കാത്തിരിക്കാം. ആദ്യദിന കളക്ഷന് വേണ്ടിയൊക്കെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആദ്യദിന കളക്ഷനൊക്കെ അടിച്ചു കയറുമോ, പോസിറ്റീവ് കിട്ടിയാൽ പിന്നെ പറയാനില്ല കേട്ടോ. വമ്മ ഹിറ്റിലേക്ക് നീങ്ങും എന്ന് 100% ഉറപ്പാണ്. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ പോയി കാണുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.